നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് എന്തൊക്കെയാണ് അവരുടെ തോട്ട്സ്, എന്താണ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് അവരുടെ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ ലവേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അതുപോലെ മാരീഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൽ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ. കോൾ ചെയ്യരുതേ, മെസ്സേജ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് തരിക, നമുക്ക് റീഡിംഗ് എടുക്കാം. അതുപോലെ നിങ്ങൾ റിലേഷൻഷിപ്പിന്റെ റീഡിംഗ് വേണമെന്ന് പറഞ്ഞു വന്നിട്ട് നിങ്ങൾ കരിയർ റീഡിംഗ് കൂടി എടുക്കാൻ വേണ്ടിയിട്ട് പറയരുത് ദയവ് ചെയ്തിട്ട്. ചിലര് റിലേഷൻഷിപ്പ് റീഡിങ്ങിന് വേണ്ടിയിട്ട് വരും. സത്യം പറഞ്ഞാൽ എനിക്ക് നോർമലായിട്ട് തരേണ്ട ഫീസൊന്നും അവർ തരില്ല. അവര് കുറച്ച് ഫീസിനായിരിക്കും റീഡിംഗ് എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവർക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഫിനാൻസ് അല്ലെങ്കിൽ അവരുടെ കരിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റീഡിംഗ് ചോദിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം പറയുന്നത്, നിങ്ങൾ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് റീഡിംഗ് മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനിടയ്ക്ക് നിങ്ങൾ ജോബിന്റെ കാര്യം, ആ കാര്യം, ഈ കാര്യം, എക്സ്ട്രാ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കരുത്. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതേസന്റെ കാര്യങ്ങൾ നമ്മൾ റീഡിംഗ് എടുക്കുമ്പോൾ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ പറയും. പേഴ്സണെ ഞാൻ എങ്ങനെ തിരികെ കൊണ്ടുവരാം, ചിലവർ ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊക്കെ. പക്ഷെ അത് നമുക്ക് റീഡിങ്ങിൽ അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവര് വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാൻ പറ്റൂ. അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട കടമ നിങ്ങൾക്കുള്ളതാണ്, അല്ലാതെ ഞാനല്ല അവരുമായിട്ട് റിലേഷൻഷിപ്പിലുള്ളത്, നിങ്ങളല്ലേ. അപ്പൊ നിങ്ങളല്ലേ തിരിച്ചു കൊണ്ടുവരേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങളാണ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അത് നിങ്ങളുടെ പേഴ്സന്റെ തോട്ട്സ് എന്താണ്, അവര് കറന്റ് എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് കൂളായിട്ട് നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് ഇരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ ക്ലൂസ് കൂടി നോക്കുന്നുണ്ട് കേട്ടോ. ക്ലൂസ് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് കണ്ടായിരുന്നു. അപ്പോൾ ക്ലൂസ് കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സന്തോഷം അല്ലെങ്കിൽ ആത്മവിശ്വാസം വരുന്നത്. അപ്പൊ ഞാൻ ക്ലൂസ് കൂടി നോക്കാം കേട്ടോ. ഫസ്റ്റ് കാർഡ് കണ്ടോ, കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അവർക്ക് കറന്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന അത്രയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കറന്റ് എനർജി. ഓക്കെ, ഇത് ഫസ്റ്റ് കാർഡ് വന്നാൽ പിന്നെ ഞാൻ ഇത് കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇതാണ് കറന്റ് എനർജി. നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ടോ ഈ ഒരു വീഡിയോ, അത്രയും പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന അതേ അളവിൽ നിങ്ങൾ സ്നേഹിക്കുന്നു. നിങ്ങൾ സോൾമേറ്റ്സ് ആണ്. അവർക്ക് നിങ്ങളോടൊരു ആത്മബന്ധം ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഹാങ്ഡ് മാൻ ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ ഒരു സ്റ്റെക്ക് ഫീലിംഗിലാണ്. അവരുടെ മനസ്സ് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. അവര് നെക്സ്റ്റ് മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് മുൻപോട്ട് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ മനസ്സിപ്പോ സ്റ്റെക്കാണ്. പുറത്തോട്ട് വരാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. കമ്മിറ്റ്മെന്റിന്റെ കാർഡാണിത്. അവര് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആയ ആളുകൾ എന്നുണ്ടെങ്കിൽ അവര് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് അവർ അത്രയും നിങ്ങളോട് കമ്മിറ്റഡ് ആയിരുന്നു, നിങ്ങളോട് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളത്. അവര് നിങ്ങൾക്ക് സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് കാണുന്നത് കേട്ടോ. ഇത് കണ്ടോ, 5 ഓഫ് പെന്റിക്കിൾസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. അതായത് അവർക്ക് ഫിനാൻഷ്യലി ലോസ് വന്നിട്ടുണ്ടായിരിക്കാം. അതല്ല, അവര് റിലേഷൻഷിപ്പിലാണെങ്കിൽ അവര് നിങ്ങളെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഭയത്തിൽ നിൽക്കുന്നതായിട്ടാണ്. അവര് കരുതുന്നത് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോൾ ആ നഷ്ടപ്പെട്ട ഫീലിംഗില്, ആ വിഷമത്തില് ഒക്കെ അവരിയ്ക്കുന്നതായിട്ടാണ്, മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ.
നല്ല കാർഡ്സ് ആട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല കാർഡ്സ് വരുമ്പോൾ എല്ലാവരുടെയും ഡൗട്ട് ഇത് കറക്റ്റ് തന്നെ ആണോ, എന്റെ പേഴ്സൺ എന്നെ വിട്ടുപോയതല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഡൗട്ട് അടിക്കുന്നത്? ആ ഡൗട്ടാണ് നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യം കേട്ടോ. നിങ്ങൾ എന്താ പറയുക, ട്രസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു, അവർക്ക് നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുള്ളൂ, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് വാൺസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു മാരേജ് സിറ്റുവേഷൻ സാധ്യമാകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാരേജ് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് എങ്കിലും നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ 2 പേരുടെയും ഫാമിലി ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അംഗീകരിച്ച് കേട്ടോ കാണുന്നത്. അതിപ്പോ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള കാണുന്നത്. അതുപോലെ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഒരു മാരേജ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ ഉള്ളവർക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ, അതായത് നിങ്ങളുടെ 2 പേരുടെയും ഫാമിലി അംഗീകരിച്ചൊരു റിലേഷൻഷിപ്പ് വരാൻ പോകുന്നു എന്നുള്ള കാണിക്കുന്നത് കേട്ടോ. ദ മജീഷ്യൻ കാർഡാണ്. ഈ മജീഷ്യൻ കാർഡ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലാക്ക് മാജിക് എനർജി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് കോൺഷ്യസ് ആയിട്ടിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ബ്ലാക്ക് മാജിക് എനർജി ഉള്ള കാരണമായിരിക്കാം അവര് ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റെക്കായി നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടും അവർക്ക് ആ ഒരു ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വരാൻ പറ്റുന്നില്ല, അവരുടെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്ക് ഒരു ബ്ലാക്ക് മാജിക് എനർജി ഉള്ളതായിട്ടാണ്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മറ്റൊരു റിലേഷൻഷിപ്പ് ആയിക്കോളെന്ന് മാത്രമില്ല, അതൊരു ജോബിലാണെങ്കിൽ അവർക്ക് അവരുടെ എനിമീസ് ആയിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരുടെ ഫാമിലിയിലെ അച്ഛൻ അമ്മ, അങ്ങനെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തടസ്സം നിൽക്കുന്ന ഏത് കാര്യത്തെയും നമ്മൾ തേർഡ് പാർട്ടി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അധികം പേര് വിചാരിക്കുന്നത് ഇതൊരു പേഴ്സൺ ആണ് എന്നാണ്. പക്ഷെ പേഴ്സൺ മാത്രം, അതായത് ഒരു റിലേഷൻഷിപ്പിലുള്ള പേഴ്സൺ ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതില് എല്ലാം പെടും കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തടസ്സപ്പെടുത്തുന്ന ആരും തേർഡ് പാർട്ടിയാണ്, അങ്ങനെയാണ് കാണേണ്ടത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ചീറ്റിംഗ് എനർജിയാണ്. നോ എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം. അത് മാത്രമല്ല, ഇതൊരു ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവര് നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ചിലർക്കാണ് ഇത് മാച്ച് ആവുക, എല്ലാവർക്കും ഇത് മാച്ച് ആയിക്കൊള്ളുന്നില്ല. ചിലർ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ളത്. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്, ഒരു ചീറ്റിംഗ് എനർജി. ഓക്കെ, 5 ഓഫ് കപ്സ് ആണ് ഈ ഒരു കപ്സ് എനർജി കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി ഡൗൺ ആണ്, അവർ വളരെ വിഷമത്തിലാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ അവർ അത്രയും വിഷമത്തിലാണ്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. അവരുടെ ലൈഫിലുള്ള ഒരു കാര്യങ്ങളിലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ലൈഫിൽ അവർക്ക് സന്തോഷം എന്തെന്ന് അവർ അറിയുന്നില്ല ഈ ഒരു ടൈമിൽ എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ അവരുടെ തേർഡ് പാർട്ടിയിൽ നിന്നും അവർ വളരെയധികം വിഷമങ്ങള് സങ്കടങ്ങള് ഒക്കെ ഏറ്റുവാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഏറ്റവും അവർ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സന്തോഷം നൽകുന്ന ഒരു വ്യക്തി അവർക്ക് മിസ്സായതായിട്ട്, അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് അവർക്ക് നഷ്ടപ്പെട്ടു, നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള ചിന്തകളിൽ നിങ്ങളുടെ പേഴ്സൺ വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ വളരെ സങ്കടത്തോടു കൂടി വിഷമത്തോടു കൂടിയിട്ട് ഒരു കാര്യങ്ങളും അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു കാര്യങ്ങളും. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ പലരും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആവും കടന്നു പോകുന്നുണ്ടാവുക. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഒരു കാര്യങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതുപോലെ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കടന്നു പോകുന്നേ എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് സോർട്സ് ആണ്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ എടുത്ത ആക്ഷൻ എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും ആലോചിക്കാതെ ചിന്തിക്കാതെ ഒരു മെച്ചുവേർഡ് അല്ലാത്തൊരു ആക്ഷനാണ് അവർ എടുത്തിട്ടുള്ളത്. അതായത് അവര് ഇപ്പോ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും നോ കോണ്ടാക്ട് ആയിട്ട് പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അവര് അങ്ങനെ ഒരു പെട്ടെന്ന് അവർ ചെയ്യുന്ന ആക്ഷൻ എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഇല്ലാത്തൊരു ആക്ഷനാണ്.
അതായത് അവര് തീരെ ആലോചിക്കാതെ ചിന്തിക്കാതെ എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ പെട്ടെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് അവർ മെച്ചോർഡ് അല്ലാതെയാണ് ആ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ആ ഒരു തീരുമാനം ചേഞ്ച് ആവാൻ സാധ്യത 100-ൽ ഒരു 99% ഉണ്ട്. കാരണം കുറച്ച് കഴിയുമ്പോൾ അവർ റിയലൈസ് ചെയ്യും, ഞാൻ ഈ ചെയ്തത് ശരിയായിട്ടില്ല, എനിക്ക് ആ ഒരു പേഴ്സണിലേക്ക് തിരിച്ചു പോകണമെന്ന് അവർ റിയലൈസ് ചെയ്യും. കാരണം നമ്മൾ ചിന്തിക്കാതെ എടുക്കുന്ന ഒരു കാര്യത്തിൽ എന്തായാലും ഒരു മാറ്റം വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഒരു കാർഡ് കൂടി നോക്കട്ടോ, ഒന്നും കൂടി ഷഫിൾ ചെയ്യട്ടെ. ക്യൂനോ കപ്സ് ആണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ക്യൂനോ കപ്സ് ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിങ് ഓഫ് കപ്സ് ആയിട്ട് ഇത് എടുക്കാം. ജെൻസ് ആണെങ്കിൽ ഇത് ക്യൂനോ കപ്സ് തന്നെയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു, സ്നേഹമുള്ള വ്യക്തിയാണ്, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, അവര് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ കാണുന്നു, നിങ്ങളെ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ക്യൂനോ കപ്സ് എനർജി കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. കുറച്ച് ക്ലൂസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് നോക്കട്ടോ. ലെറ്റർ ആർ, ഇത് കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ, ലെറ്റർ ആർ ആണ്. നെക്സ്റ്റ് ലെറ്റർ എഫ്, കാണാൻ സാധ്യതയില്ല, എനിക്ക് ക്യാമറയിൽ കാണുന്നില്ല. ഓക്കെ, ഇത് ലെറ്റർ എഫ്, ഇത് 2000. നെക്സ്റ്റ് ക്ലൂ ചതയം. നെക്സ്റ്റ് അശ്വതി. നെക്സ്റ്റ് ലെറ്റർ കെ. നെക്സ്റ്റ് ലെറ്റർ ജി. ലെറ്റർ വൈ. 1999. മൂലം നാളാണ്. നെക്സ്റ്റ് ലെറ്റർ എം. അടുത്തത് പൂയം. നെക്സ്റ്റ് കാർത്തിക. നെക്സ്റ്റ് ഉത്രാടം. രണ്ടെണ്ണം കൂടി എടുക്കാട്ടോ. നെക്സ്റ്റ് ഭരണി, ഉത്രട്ടാതി. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസിനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ സന്തോഷങ്ങളെ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. നിങ്ങൾ ഒരു പേഴ്സന്റെ പിറകെ പോവാതെ നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ സെൽഫായിട്ടുള്ള ഗ്രോത്ത്, അതായത് നിങ്ങളുടെ ഗ്രോത്ത് ആണ് നിങ്ങളുടെ സന്തോഷം. അങ്ങനെ ഒരു സന്തോഷം നിങ്ങൾ കണ്ടെത്തുന്നിടത്ത് നിങ്ങൾ ഈ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു സ്വഭാവം അതവിടെ നിൽക്കും. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ ഗ്രോത്തിനെ സ്നേഹിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓരോ ഗ്രോത്തിലും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോഴാണ് നിങ്ങൾ റിയൽ ആയിട്ടുള്ള സന്തോഷം, ഹാപ്പിനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. പലരും എന്നോട് വിളിച്ചിട്ട് അവര് കെഞ്ചാണ് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് സെൽഫ് ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യാനാണ്. നമ്മളുടെ ഗ്രോത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും ഒരു പൊസിഷനിൽ എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ലൈഫ് പർപ്പസ് നമ്മൾ കണ്ടെത്തിയിട്ട് നിങ്ങൾക്കൊന്നും ആഗ്രഹമില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? അങ്ങനെ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ഒരു സക്സസ് ആക്കി നിങ്ങൾ എടുക്കുക. അപ്പൊ ഈ നിങ്ങൾ യാചിക്കേണ്ട ഒരു കാര്യമില്ല, ഒക്കെ ഇങ്ങോട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.